ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ 3rd ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്തൊക്കെയായിരുന്നു പഠിച്ചതെന്ന് നോക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വിങ്കഡ് ബഡീസ്, ചിറകുള്ള കൂട്ടുകാർ. പലതരം പക്ഷികളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അവയുടെ ഫുഡിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ്? ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്, പക്ഷികളും കൂടുകളെയും കുറിച്ചാണ് പഠിക്കാനുള്ളത്. നോക്ക്, ഹാവ് യു നോട്ടീസ് ദ നെസ്റ്റ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് അസ്? നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റ് ഡിഫറൻറ്റ്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ആൻസർ. അപ്പോൾ ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതാനാണ്. നമ്മൾ പലതരത്തിലുള്ള കൂടുകൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ പക്ഷികളുടെ കൂടുകൾ? നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കൂടെന്ന് പറയുന്നത് കാക്കയുടെ കൂട്, അല്ലേ? അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുള്ളവരുണ്ടാകും. നോക്കാം അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അത് കൂടുണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതെന്തൊക്കെ ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കുന്നത്, അതിനൊക്കെ കുറിച്ചാണ് നമ്മളിനി പഠിക്കുന്നത്. നോക്കൂ, ഓരോ പക്ഷികളുടെയും കൂട് ഇതാ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ? പൊന്മാൻ, പിന്നെന്തോന്നാണ്, മരംകൊത്തി, കാക്ക, അങ്ങനെ പല കിളികളുടെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്തായിരിക്കും ചിന്തിക്കുന്നത്? കാണപ്പെടുന്ന സ്ഥലങ്ങൾ, ഈ കൂടുകൾ എവിടെയാണ് അവർ വയ്ക്കുന്നത്, നിർമ്മാണ വസ്തുക്കൾ, എന്തെല്ലാം വസ്തുക്കൾ വേണം അതുണ്ടാക്കാനായിട്ട്, അതിനെയൊക്കെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എന്തൊക്കെ? പക്ഷികൾ കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്, പ്ലേസസ് വെയർ ദേ ആർ ഫൗണ്ട്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, ക്ലൈമറ്റ്, പിന്നെന്തോന്നാണ്, ഷേപ്പ്, റീപ്രൊഡക്ഷൻ, കൂടുകളുടെ ആകൃതി, കൂടുകളുടെ വലിപ്പം, കൂടുണ്ടാക്കാൻ എടുക്കുന്ന സമയം, പിന്നെ ഏത് ക്ലൈമറ്റിലാണ്, ഇപ്പോൾ ചൂടുള്ള സമയത്താണോ തണുപ്പുള്ള സമയത്താണോ അവ കൂടുണ്ടാക്കുന്നത്, പിന്നെ എന്തോന്നാണ് കൂടിൻ്റെ ഷേപ്പ്, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഒരു കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നോക്കും, അല്ലേ? ചിന്തിക്കൂലേ നമ്മൾ? അത് കണക്കാണ് ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുന്ന ആ ഒരു ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഓരോ കുളത്തിനകത്തും എഴുതാനുള്ളതാണ് ഇപ്പുറം ഞാൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനത്തിന് കാലിയോളജി എന്ന് പറയുന്നു. അപ്പോൾ വാട്ട് ഈസ് കാലിയോളജി? പക്ഷികളുടെ കൂടുകളെക്കുറിച്ച് പഠിക്കുന്ന പഠനത്തിനാണ് കാലിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എഗ്സ്. ഇനി കൂട് വെച്ചു. ഇനി കൂടുണ്ടാക്കുന്നത് എന്തിനാണ്? പക്ഷികൾക്ക് ഇട്ട് കുഞ്ഞു വിരിയിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുണ്ടാക്കുന്നത്, അല്ലേ? ഇനി പലതരത്തിലുള്ള പക്ഷികൾ അവയുടെ മുട്ടകളെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എഗ്സ്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. വിച്ച് ബേർഡ്സ് എഗ്സ് ആർ ദെയർ? മുട്ടകൾ പലതരം ഉണ്ട്. ഇവിടെ രണ്ട് മുട്ടകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആരുടെയൊക്കെയാണെന്നാണ്. ആദ്യത്തെ ആരുടെയാണ്? ഹെന്നിൻ്റെ. പിന്നെ ആരുടെയാണ്? കുയിലിൻ്റെ മുട്ട. പിന്നെ ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫർ? ഇനി വേറെയും തന്നിട്ടുണ്ട് മുട്ടകൾ. ഇത് ആരുടെ? എമുവിൻ്റെ മുട്ട, ഈ ബ്ലാക്ക് പോലെ ഇരിക്കുന്നത് അത് ഡക്കിൻ്റെത്. പിന്നെന്തോന്നാണ്? ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ട, അത് വലിയ മുട്ടയായിരിക്കും ഒട്ടകപ്പക്ഷിയുടെ. പിന്നെ കാക്കയുടെ മുട്ട കൊടുത്തിരിക്കുന്ന കാക്കയുടെ മുട്ട. അടുത്ത് കുയിലിൻ്റെ മുട്ട, പുള്ളിയൊക്കെ ഉള്ളത് കുയിലിൻ്റെ മുട്ടയാണ്. അപ്പോൾ പലതരത്തിലുള്ള മുട്ടകൾ പറഞ്ഞു, അല്ലേ? നോക്ക്, ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫർ? പക്ഷികളുടെ മുട്ടകൾ ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട്, അല്ലേ? സൈസിൽ വ്യത്യാസമുണ്ട്, ഷേപ്പിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്, നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്, പാറ്റേണിലൊക്കെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ മുട്ട പല വലിപ്പത്തിലുള്ളതുണ്ട്, പല ഷേപ്പിൽ, ആകൃതി പല രീതിക്കുള്ളതുണ്ട്, കളർ വ്യത്യാസപ്പെട്ടിരിക്കുന്നതുണ്ട്, നിറം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ചില ബേർഡ്സ് 2 മുട്ടയൊക്കെ ഇടുള്ളൂ, ചിലത് 2ൽ കൂടുതൽ മുട്ട ഇടാം. അങ്ങനെ അവയുടെ ആ മുട്ടകളിൽ പല രീതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്, ദെയർ നെസ്റ്റ് ആൻഡ് ദെയർ എഗ്സ്. കളക്ട് ചെയ്യാനാണ് ഡിഫറെൻറ്റ് ബേർഡ്സും അതിൻ്റെ നെസ്റ്റും അതിൻ്റെ എഗ്സിനെ കുറിച്ച്. ദെയർ ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ബേർഡ്സ് നെസ്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ഷേപ്പ്, സൈസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ലൊക്കേഷൻ, നെസ്റ്റ്, മെത്തേഡ്
ആൻഡ് ദെയർ എഗ്സ്. അപ്പോൾ പക്ഷികളുടെ കൂടുകളുടെ ആകൃതി, വലിപ്പം, നിർമ്മാണ വസ്തുക്കൾ, കൂടുണ്ടാക്കുന്ന സ്ഥലം, കൂടുണ്ടാക്കുന്ന രീതി, മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട്. ഏതൊക്കെ രീതിയിൽ? കൂടുകളുടെ ആകൃതിയിൽ, നെസ്റ്റ് ഷേപ്പിലുണ്ട്, പിന്നെ എന്തോന്നാണ് സൈസിലുണ്ട്, ആകൃതിയിലുണ്ട്, വലിപ്പത്തിലുണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, നിർമ്മാണ വസ്തുക്കൾ, പിന്നെ എന്തുവാണ് ലൊക്കേഷൻ, കൂടുണ്ടാക്കുന്ന സ്ഥലം, അതിൽ വ്യത്യാസമുണ്ട്. നെസ്റ്റിംഗ് മെത്തേഡ് ആൻഡ് ദെയർ എഗ്സ്, കൂട് വയ്ക്കുന്ന രീതി, പിന്നെ മുട്ട ഇടുന്നത്, അതിൽ എല്ലാത്തിലും വ്യത്യാസം കാണാം നമുക്ക്. അടുത്ത് നോക്കൂ, ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്. നോക്കൂ, ഓസ്ട്രിച്ചും അതിൻ്റെ മുട്ടയും. നമുക്കിപ്പോൾ സൂവിൽ പോയാൽ നിറയെ കാണാം ഓസ്ട്രിച്ചിനെയും ഓസ്ട്രിച്ചിൻ്റെ മുട്ടയെയും. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുട്ടയോ അത്രത്തോളം വലുതായിരിക്കും. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. Although it has wings, it cannot fly. An ostrich egg weighs approximately 1.5 kilograms. Moreover, it also has the largest eye among all animals living inland. അപ്പോൾ നമുക്കറിയാം, ലോകത്തിലെ ഇന്ന് ഏറ്റവും വലിയ പക്ഷി എന്നറിയപ്പെടുന്നത് ഒട്ടകപ്പക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ മുട്ടയും വലുതായിരിക്കും. ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാകാം. മാത്രമല്ല, കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും ഒട്ടകപ്പക്ഷിയുടേതാണ്. ഒട്ടകപ്പക്ഷിയുടെ കണ്ണ് വലുതാണ്, അതിനക്ക് മുട്ടയും വലുതാണ്. കരയിലെ ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുന്നത് ആരാണ്? ഒട്ടകപ്പക്ഷിയാണ്. ഓക്കെ, മനസ്സിലായ? എൻ്റെ മുട്ടയ്ക്ക് ഏകദേശം എത്ര വലിപ്പമുണ്ട്? 1.5 കിലോ വരെ വലിപ്പം ഉണ്ട്. ഓക്കെ, അടുത്ത മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കുറേ പക്ഷികളുടെ പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ വാർബ്ലർ, കടും പച്ച പൊടിക്കുരുവി, പിന്നെ എന്തോന്നാണ് ഇന്ത്യൻ പിറ്റ, കാവി, ഇന്ത്യൻ ഫ്ലൈ ക്യാച്ചർ, നാഗമോഹൻ, പിന്നെ ഇന്ത്യൻ ഗോൾഡൻ ഒറിയോളി, മഞ്ഞക്കിളി, പസഫിക് ഗോൾഡൻ പ്ലോവർ, പൊന്മണൽ കോഴി, ഫോറസ്റ്റ് വാക്ടെയിൽ, കാട്ടുവാല് കുലുക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയൊക്കെ പേരാണ്. ഇതൊക്കെ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അപ്പോൾ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സം സ്പീഷീസ് ഓഫ് ബേർഡ്സ് മൈഗ്രേറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ലാർജ് നമ്പർ ഓഫ് എസ്കേപ്പ് ഫ്രം adverse weather conditions to obtain food and for breeding. When the weather becomes favorable, they return. Such birds are called migratory birds. എന്താണ്? പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് എത്തുന്നു. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവ തിരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പക്ഷികളെയാണ് ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നേരെ അവയ്ക്ക് ആ തണുപ്പ് താങ്ങാൻ വയ്യാതെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ തണുപ്പ് താങ്ങാത്തക്ക രീതിയിലുള്ള സ്ഥലം എവിടെയാണോ അങ്ങോട്ട് അവ കുടിയേറി പാർക്കും. തിരിച്ച് തണുപ്പ് മാറുമ്പോഴത്തേക്ക് അവ അങ്ങോട്ട് തിരികെ പോകാനും വഴിയുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ്? ബേർഡ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്, പക്ഷികളും പരിസ്ഥിതിയും. നോക്ക്, ഹാവ് യു നോട്ടീസ്ഡ് പീപ്പിൾ ട്രീസ് ഗ്രോയിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ സർട്ടൻ ബിൽഡിങ്സ്? ഹാസ് എനിവൺ പ്ലാന്റഡ് ഇറ്റ് ദെയർ? നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, ചില കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആൽമരം വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അവയെ ആരെങ്കിലും നട്ടു വളർത്തുന്നതാണോ? അല്ല. എന്താണ് കാരണം? ഹൗ ആർ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്? പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? അതാണ് നമ്മൾ ഇനി പറയുന്നത്. സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് വിതരണം. പിന്നെ എന്തോന്നാണ്? പോളിനേഷൻ, ക്ലീൻ സറൗണ്ടിങ്സ്, ഫുഡ്, വി ഈറ്റ് ദ എഗ്സ് ആൻഡ് മീറ്റ് ഓഫ് ബേർഡ്സ്, ഹാപ്പിനെസ്, കൺട്രോൾ പെസ്റ്റ്. വിത്ത് വിതരണം, പക്ഷികളെ ഇതൊക്കെ എന്തോന്നാണ്? ചില ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കാഷ്ടിക്കും. അപ്പോൾ അവിടെ അതിൻ്റെ വിത്ത് വീഴുകയും അത് അവിടെ കിടന്ന് പൊടിക്കുകയും ചെയ്യും. പിന്നെ എന്തോന്നാണ്? പരാഗണത്തിന് സഹായിക്കുന്നുണ്ട്. അത് കണക്ക്
പരിസരമുള്ളതാക്കി മാറ്റുന്നത്. അത് കാക്ക നമുക്കറിയാം കാക്ക കൊത്തിയെല്ലാം വൃത്തിയാക്കുന്നത്. അതുപോലെ പല പക്ഷികളും ഉണ്ട്. പിന്നെന്തോന്നാണ് ആഹാരത്തിനായിട്ട് നമ്മൾ പക്ഷികളെ ഉപയോഗിക്കുന്നത്. അതായത് അവയുടെ മുട്ട കോഴിയായാലും താറാവായാലും അവയുടെ മുട്ടയും മാംസവും ഒക്കെ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സന്തോഷത്തിന് വേണ്ടി ചില പക്ഷികളെ നമ്മൾ വളർത്തുന്നത് നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലേ തത്തയെ പോലെയുള്ളവയൊക്കെ വളർത്തുന്നത്. കൺട്രോൾ പെസ്റ്റ് കീടനിയന്ത്രണത്തിനായിട്ട് കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ ചില നമ്മളിപ്പോൾ നടുന്ന പച്ചക്കറികളിലൊക്കെ ചില കീടങ്ങളൊക്കെ വന്നിരിക്കാം പുഴു പോലെയുള്ളതൊക്കെ വന്നിരിക്കാം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പക്ഷികൾ ഈ പുഴുക്കളെയൊക്കെ കൊത്തി പറക്കി തിന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ അവ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സീഡ് ഡിസ്പേഴ്സൽ പോളിനേഷൻ ക്ലീൻ സറൗണ്ടിങ്സ് ഫുഡ് ഹാപ്പിനെസ് കൺട്രോൾ പെസ്റ്റ് പരാഗണം ശുചിത്വമുള്ള പരിസരം ആഹാരം സന്തോഷം കീടനിയന്ത്രണം. ഓക്കെ അടുത്ത് നോക്കൂ ഇൻ സെർച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ദാഹജലം തേടി. ഹൗ ഡു ബേർഡ്സ് ആൻഡ് അനിമൽസ് quench their thirst in the summer when springs and other water bodies dry up. അപ്പോൾ ദാഹജലം തേടി നീരുറവകളും ജലാശയങ്ങളും വറ്റി വരളുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാഹം അകറ്റുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ എപ്പോഴും ഈ വേനൽ സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം നമ്മുടെ പരിസരത്ത് വച്ചിരിക്കുക ഇതുപോലുള്ള ജീവികൾക്ക് കുടിക്കാനായിട്ട്. നോക്ക് ടു പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ദ ഹീറ്റ് ആൻഡ് ഡ്രഫ് ഇൻ സമ്മർ we can provide birds with drinking water. For this you can pour water in earthen pots and keep under the trees or in any other open places. Be sure to change the water frequently to prevent mosquitoes for laying their eggs. അപ്പോൾ എങ്ങനെ വേനലിലെ കൊടും ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കുന്നതിനായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാവുന്നതാണ്. ഇതിനായി മരത്തിലോ മരത്തണലിലോ മറ്റു തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വയ്ക്കാം. പിന്നെ കൊതുക് മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം മാറ്റാനും ശ്രദ്ധിക്കണം. ഓക്കെ അങ്ങനെ നമുക്ക് അവയെ സംരക്ഷിക്കാൻ കഴിയും. അടുത്ത ഗ്രേറ്റ് ഹോൺബിൽ ടുവേർഡ്സ് ത്രെറ്റ് എക്സ്റ്റിങ്ഷൻ മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലേക്ക്. നോക്ക് ദ ഗ്രേറ്റ് ഹോൺബിൽ ആൾസോ നോൺ ആസ് ദ ഫാർമർ ഓഫ് ദ ഫോറസ്റ്റ്. ഫാർമർ ഓഫ് ദ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രേറ്റ് ഹോൺബിൽ ആണ് അല്ലേ. കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഭക്ഷ്യയായ മലമുഴക്കി വേഴാമ്പൽ ആണ്. അത് വംശനാശ ഭീഷണിയിലാണ്. എന്താണ് കാരണമെന്ന് നോക്കാം. The number of birds like the great hornbill and house sparrow is now decreasing. What could be the reason? അപ്പോൾ മലമുഴക്കി വേഴാമ്പൽ അങ്ങാടിക്കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്തായിരിക്കും? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ് ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവ്, ലാക്ക് ഓഫ് ടാൾ ട്രീസ് ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം, ഹ്യൂമൻ പ്രസൻസ് മനുഷ്യ സാമീപ്യം ഇതൊക്കെ കൊണ്ട് ഇവയ്ക്ക് വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെന്താണ്? ഹാബിറ്റന്റ് ഡിസ്ട്രക്ഷൻ, ഡീഫോറസ്റ്റേഷൻ, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആവാസ വ്യവസ്ഥകളുടെ നാശം, വനനശീകരണം, കീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം ഇതൊക്കെ കൊണ്ട് ഈ പക്ഷികളുടെ വംശനാശം സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതൊക്കെ ഹാബിറ്റന്റ് ഡിസ്ട്രക്ഷൻ, ഡീഫോറസ്റ്റേഷൻ, വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ദ റെഡ് ഡേറ്റ ബുക്ക് ഈസ് എ ബുക്ക് ദാറ്റ് റെക്കോർഡ്സ് എൻഡാർജ്ഡ് ആൻഡ് റെയർ സ്പീഷ്യസ്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്കിൽ ഇതുപോലുള്ള ജീവികൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അങ്ങനെയുള്ള ബുക്കിന് പറയും റെഡ് ഡേറ്റ ബുക്ക് എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് ബേർഡ് വാച്ചേഴ്സ് ആൻഡ് ഓർണിത്തോളജിസ്റ്റ് പക്ഷി നിരീക്ഷകർ. വെൻ സലീം വാസ് 10 years old, ഡോക്ടർ സലീം അലി അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ്. വെൻ സലീം വാസ് 10 years old, he shot a sparrow named കുഞ്ഞത്താലി with an air gun that his uncle had given him as a gift.
അപ്പോൾ സലീമിന് 10 വയസ്സുള്ളപ്പോൾ അമ്മാവൻ സമ്മാനമായി നൽകിയ എയർ ഗൺ ഉപയോഗിച്ച് മഞ്ഞത്താലി എന്ന കുരുവിയെ വെടിവച്ചിട്ടു. Salim and his uncle took this bird and went to visit his uncle's friend. സലിമും അമ്മാവനും ഈ കുരുവിയുമായി അമ്മാവൻ്റെ സുഹൃത്തായ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഉദ്യോഗസ്ഥനായ WS മിലാഡിനെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ വെൻറ്റ് ടു വിസിറ്റ് ഹിസ് അങ്കിൾസ് ഫ്രണ്ട് WS മിലാഡ് ആൻഡ് ഓഫീസർ ഓഫ് ദ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ബോംബെ. അപ്പോൾ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ്, ഹി ഇൻട്രൊഡ്യൂസ്ഡ് സലീം ടു ദ കളക്ഷൻ ഓഫ് ബേർഡ്സ് പ്രിസർവ്ഡ് ആൻഡ് കെപ്റ്റ് അറ്റ് ദ സൊസൈറ്റി. മിലാഡിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സൊസൈറ്റിയിൽ സംസ്കരിച്ച് സൂക്ഷിച്ചിരുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി. ഇറ്റ് ഇൻക്ലൂഡ് സ്പാരോസ് ലൈക്ക് ദ മഞ്ഞത്താലി ദാറ്റ് സലീം ഹാഡ് ഷോട്ട്. ദിസ് വിസിറ്റ് മാർക്കഡ് ദ ടേണിംഗ് പോയിന്റ് ഫോർ ഹിം ടു ബി എ ബേർഡ് ലവർ ലേറ്റർ. അപ്പോൾ അതിൽ സലീം വെടിവച്ചിട്ട മഞ്ഞത്താലിയെ പോലുള്ള കുരുവികളും ഉണ്ടായിരുന്നു. ഈ സന്ദർശനം പിന്നീട് അദ്ദേഹത്തെ ഒരു പക്ഷിപ്രേമിയാക്കി മാറ്റി. ആരെ? സലീം അലിയെ. നോക്ക്, ദിസ് ഈസ് ദ ബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലി, ദ ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചർ ഇന്ത്യ ഹാസ് എവർ സീൻ. ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചറായ ഡോക്ടർ സലീം അലി. ഓക്കെ, വി സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ നവംബർ 12 ഈസ് എ നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. നവംബർ 12 അതുകൊണ്ട് തന്നെ നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 എന്തായിട്ട് ആഘോഷിക്കുന്നു? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നാം ആഘോഷിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത, ഡു യു നോ എനി അതർ ബേർഡ് വാച്ചേഴ്സ്? ഇപ്പം നമ്മൾ ഡോക്ടർ സലീം അലിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പക്ഷി നിരീക്ഷകനായ വേറെ ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ എന്നാണ്. ഇതവിടെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ശ്രീ KK നീലകണ്ഠൻ, ആൾസോ നോൺ ആസ് ഇന്ദുചൂടൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആര്? KK നീലകണ്ഠൻ. വേറൊരു ബേർഡ് വാച്ചറാണ്. അടുത്ത ഡോക്ടർ ആർ സുഗതനും അതുപോലെ ഒരു ബേർഡ് വാച്ചറാണ്. ഓക്കെ, അടുത്ത്, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ എൻഡാർജ്ഡ് ബേർഡ്സ് ഓഫ് കേരള. അതായത് കേരളത്തിലെ അപൂർവ പക്ഷികളുടെ പേരുകൾ എഴുതാനാണ്. മലബാർ ഗ്രേ ഹോൺബിൽ, പിന്നെ വൈറ്റ് ബെല്ലീസ് ലാഫിംഗ് ത്രഷ്, ഗ്രാസ് ബേർഡ്, നീൽഗിരി പിപ്പിറ്റ്, നീൽഗിരി ഫ്ലൈ ക്യാച്ചർ, നീൽഗിരി വുഡ് പിജിയൺ, മലബാർ വിസ്ലിംഗ് ത്രഷ്. അതൊക്കെയാണ് മലബാർ ഗ്രേ ഹോൺബിൽ, വെളുത്ത വയറുള്ള ശോലക്കിളി, ലാഫിംഗ് ത്രഷ്, പുൽപ്പക്ഷി, നീലഗിരി പിപ്പിറ്റ്, നീലഗിരി ഫ്ലൈ പിജിയൺ, മലബാർ വിസിൽ ത്രഷ്. ഇതൊക്കെ അപൂർവ പക്ഷികളുടെ പേരുകളാണ്. ഓക്കെ, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കാൾഡ് ഓർണിത്തോളജി. അപ്പോൾ വാട്ട് ഈസ് ഓർണിത്തോളജി? പക്ഷിശാസ്ത്രം എന്ന് പറഞ്ഞാൽ പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയ്ക്കാണ് പക്ഷിശാസ്ത്രം അഥവാ ഓർണിത്തോളജി എന്ന് പറയുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് പക്ഷിശാസ്ത്രം. ഓക്കെ, അടുത്ത, ബേർഡ് സാങ്ച്വറി, പക്ഷി സങ്കേതം. The bird sanctuary in Kerala named after Dr. Salim Ali is the Thattekad Bird Sanctuary. ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഓക്കെ, കേരളത്തിലെ ഡോക്ടർ സലീം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം, തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. നോക്ക്, കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽസ്. ദ ഒൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഏതാണ്? ദ ഒൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ മംഗളവനം. ഏതാണ്? മംഗളവനം. നോൺ ആസ് ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി.
എന്തോന്നാണ്? തട്ടേക്കാട്. അടുത്ത് ദ ഒൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള. ഏതാണ് പീകോക്ക് സാങ്ച്വറി ഇൻ കേരള? ചൂളൻ. The bird sanctuary in Kozhikode district where migratory birds are mostly seen. Migratory birds കാണുന്നത് എവിടെ? കടലുണ്ടി. A bird sanctuary in Kottayam district. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ബേർഡ് സാങ്ച്വറി ഏതാണ്? കുമരകം. ഓക്കെ. കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം ഏതാണ്? കുമരകം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂളന്നൂർ. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം. ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം കടലുണ്ടി. ഓക്കെ. കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം ഏതാണ്? കുമരകം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂളന്നൂർ. പിന്നെ ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി. ഓക്കെ. കാക്കയും കോഴിയും, ക്രോസ്, പീസ്, സൺസ്, മൈനാസ്, peacocks, hornbills, wagtails and many more millions of diverse birds in this living world. Many of them are having sweet voice, diverse colors, different migratory paths, what not. അപ്പോൾ കാക്കയും കോഴിയും മൈനയും മയിലും വേഴാമ്പലും വണ്ണാത്തിപ്പുള്ളും മറ്റുമായി ലക്ഷക്കണക്കിന് പക്ഷികൾ നിറഞ്ഞ ജീവലോകം. മധുരമായ ശബ്ദവും വൈവിധ്യമാർന്ന നിറങ്ങളും വ്യത്യസ്ത സഞ്ചാരപഥങ്ങളും നിറഞ്ഞ പക്ഷികൾ ഇനിയും എത്രയോ. അന്വേഷിച്ചും കണ്ടെത്തിയും ചിറകുള്ള കൂട്ടുകാരുള്ള ലോകത്തേക്കുള്ള കൗതുകകരമായ പ്രയാണം നമുക്ക് തുടരാം. Let's continue our fascinating journey into the world of winged buddies by exploring and discovering more about them. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളും നമുക്ക് ബേഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ബേഡ്സിൻ്റെ ആഹാരത്തിനെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അവയുടെ കൂടുകളെക്കുറിച്ചും അവയുടെ മുട്ടകളെക്കുറിച്ചും അങ്ങനെ പലതരത്തിലുള്ള ബേഡ്സിനെ കുറിച്ചും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.